യുദ്ധക്കെടുതികളുടെ വാർത്തകളിൽ നിന്ന് ഇനി നമുക്ക് അല്പം സംഗീതത്തെക്കുറിച്ചറിയാം. ആരാധകരെ ആവേശത്തിലാക്കി ലോകപ്രശസ്ത ദക്ഷിണ കൊറിയൻ സംഗീത ബാൻഡായ BTS തിരിച്ചെത്തുന്നു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗ്രൂപ്പിന്റെ തിരിച്ചുവരവ്. മടങ്ങിവരവിന്റെ ഭാഗമായുള്ള ആദ്യ സംഗീത പരിപാടി മാർച്ച് 21-ന് കൊറിയൻ തലസ്ഥാനമായ സോളിൽ നടക്കും. വിദേശത്തുള്ള ആരാധകർ ഉൾപ്പെടെ 2,60,000 പേർ BTSന്റെ പർപ്പിൾ മാജിക് കാണാനെത്തുമെന്ന് കൊറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പുതിയ ആൽബം പുറത്തിറക്കുന്നതിനോടൊപ്പം ബാൻഡിന്റെ ലോക പര്യടന തീയതിയും പ്രഖ്യാപിക്കും. ലോക സംഗീതത്തിലെ രാജകുമാരന്മാരാണ് ദക്ഷിണ കൊറിയയിലെ ആ 7 ചെറുപ്പക്കാർ. കൊറിയൻ പോപ്പ് സംഗീതത്തെ അഥവാ K-പോപ്പിനെ ലോകത്ത് 1-ാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച 7 പേർ. സംഗീതത്തിന്റെ 7 അഴകായിരുന്നു അവർ. പോപ്പ് സംഗീതത്തിന്റെ ചടുലതയും താളവുമായി ജന്മം കൊണ്ട ആ 7 കൊറിയൻ പയ്യന്മാരെ ലോകം കണ്ടു തുടങ്ങിയിട്ട് 13 വർഷമായി. ബുള്ളറ്റ് പ്രൂഫ് ബോയ് സ്കൗട്ട്സ് എന്നാണ് BTSന്റെ പൂർണ്ണരൂപം. RM, ജെഹോബ്, ജിൻ, ഷുഗ, പാർക്ക് ജിമിൻ, വി, ജങ്കൂക്ക് എന്നിവരാണ് ബാൻഡ് അംഗങ്ങൾ. 2022-ൽ പുറത്തിറങ്ങിയ പ്രൂഫ് എന്ന ആൽബത്തിന് പിന്നാലെ ബാൻഡ് അംഗങ്ങൾ ദക്ഷിണ കൊറിയയിലെ നിർബന്ധിത സൈനിക സേവനത്തിന് പോയതോടെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക വിരാമമായി. ഗ്രൂപ്പിലെ പലരും വിവിധ കാലയളവിലാണ് സൈനിക സേവനം ചെയ്തത്. പരിശീലനം പൂർത്തിയാക്കി വന്ന അംഗങ്ങൾ ഓരോരുത്തരും തനിച്ചുള്ള ആൽബങ്ങൾ പുറത്തിറക്കുകയും ലൈവ് പരിപാടികൾ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും 7 പേരും ഒന്നിച്ചുള്ള ഒരു പൂർണ്ണ ആൽബത്തിനായി ലോകമെങ്ങുമുള്ള BTS ആർമി എന്നറിയപ്പെടുന്ന ആരാധകരുടെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. തങ്ങളുടെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചുകൊണ്ട് ബാൻഡിലെ 7 അംഗങ്ങളും സ്വന്തം കൈപ്പടയിൽ എഴുതിയ വികാരനിർഭരമായ സന്ദേശങ്ങളാണ് ആരാധകർക്കായി പങ്കുവച്ചത്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിക്കഴിഞ്ഞു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അരങ്ങിലെത്തുന്നതിന്റെ ഭാഗമായുള്ള ആദ്യ സംഗീത പരിപാടി മാർച്ച് 21-ന് ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോളിൽ നടക്കും. പതിവായി ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിക്കാറുള്ള BTSന്റെ പുതിയ ആൽബം ഈ പരിപാടിയിൽ പുറത്തിറക്കും. ആരാധകർക്ക് സൗജന്യ പ്രവേശനമുള്ള പരിപാടിയിൽ വിദേശികൾ ഉൾപ്പെടെ 2.5 ലക്ഷത്തിലേറെ പേർ പങ്കെടുക്കുമെന്നാണ് ദക്ഷിണ കൊറിയൻ ആഭ്യന്തര മന്ത്രാലയം കണക്കാക്കുന്നത്. 2002-ൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനു ശേഷം ദക്ഷിണ കൊറിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന പരിപാടിയാകും BTSന്റേതെന്ന് അധികൃതർ പറയുന്നു. ഗ്വാൻഹ്വാമുൻ ചത്തുരത്തിൽ നിന്ന് സിറ്റി ഹാൾ വരെ നീണ്ടുകിടക്കുന്ന സോളിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന സംഗീത പരിപാടിയുടെ സമയം 1 മണിക്കൂറാണ്. BTSന്റെ തിരിച്ചുവരവിൽ നടക്കുന്ന സംഗീത പരിപാടി 190 രാജ്യങ്ങളിൽ തത്സമയം കാണാം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. വൻ ജനത്തിരക്ക് കണക്കിലെടുത്ത് 4800 പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിക്കും. പുതിയ ആൽബം റിലീസിനൊപ്പം തന്നെ ആഗോള പര്യടനത്തിന് തുടക്കം കുറിക്കാനാണ് ബാൻഡിന്റെ തീരുമാനം. അടുത്ത മാസം മുതലാണ് ലോക പര്യടനം. ഈ പര്യടനത്തിൽ ഇന്ത്യയും ഉൾപ്പെടുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രത്യേകിച്ചും മുംബൈയിൽ ഇവരുടെ ലൈവ് പെർഫോമൻസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. മുൻപ് പലതവണ ഇന്ത്യ സന്ദർശിക്കാനുള്ള താൽപ്പര്യം ബാൻഡ് അംഗങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. സംഗീത ലോകത്തെ രാജകുമാരന്മാരാകുന്നതിന് മുൻപ് ഇല്ലായ്മയുടെ ഒരു ഭൂതകാലം BTSനുണ്ടായിരുന്നു. അന്ന് ഒറ്റമുറിയിൽ താമസിച്ചാണ് ഇവർ സംഗീത തപസ്സു ചെയ്തിരുന്നത്. 2010-ൽ ബിഗ് ഹിറ്റ്സ് എന്റർടൈൻമെന്റ് എന്ന കമ്പനിയാണ് BTS ബാൻഡ് രൂപീകരിച്ചത്. ഓഡിഷൻ വഴിയാണ് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. തെരുവിൽ നൃത്തം ചെയ്തവർ, അണ്ടർഗ്രൗണ്ട് റാപ്പർമാർ, വിദ്യാർത്ഥികൾ എന്നിവരിൽ നിന്നൊക്കെയാണ് BTS അംഗങ്ങളെ കണ്ടെത്തിയത്. ദാരിദ്ര്യവും ഇല്ലായ്മയും ശരിക്കും അനുഭവിച്ചിരുന്ന കുടുംബങ്ങളിൽ നിന്ന് വന്ന RM, ഷുഗ, ജെഹോബ്, വി, ജങ്കൂക്ക്, ജിൻ, ജിമിൻ എന്നിവർക്ക് സംഘത്തിൽ പ്രവേശനം ലഭിച്ചു. 2013-ൽ 7 അംഗ സംഘം ആദ്യമായി കാണികൾക്ക് മുന്നിലെത്തി. ടു കൂൾ ഫോർ സ്കൂൾ എന്ന ആൽബത്തിലെ നോ മോർ ഡ്രീം ആയിരുന്നു അരങ്ങേറ്റ പാട്ട്. ഡൈനമൈറ്റ്, ബട്ടർ തുടങ്ങിയ ഗാനങ്ങളിലൂടെ ലോകത്തെ ഏറ്റവും ജനപ്രിയ ബാൻഡായി BTS വളർന്നു. കഠിനാധ്വാനത്തിലൂടെ ലോകത്തെ പാട്ടിലാക്കിയതോടെ
ദാരിദ്ര്യം അനുഭവിച്ച സംഘത്തിന് മുന്നിൽ പണം കുമിഞ്ഞുകൂടി. അതോടെ സംഘത്തിന്റെ ജീവിതവും അടിമുടി മാറി. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന പുതിയ ആൽബം സംഗീത ലോകത്ത് പുതിയ റെക്കോർഡുകൾ കുറിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. BTS മടങ്ങിയെത്തുമ്പോൾ BTSനും ലോകമെങ്ങുമുള്ള BTS ആർമിക്കും അതൊരു പുതിയ തുടക്കം കൂടിയാണ്. BTSന്റെ ചിറകിലേറി പുത്തൻ കുതിപ്പിന് തയ്യാറെടുക്കുകയാണ് കൊറിയൻ പോപ്പ് രംഗം. അവർ 7 പേർ വീണ്ടും ഒരുമിച്ച് ലോക സംഗീതവേദികളിൽ പാടി നൃത്തച്ചുവടുകൾ വയ്ക്കുന്ന പർപ്പിൾ മാജിക് കാണാൻ കാത്തിരിക്കുകയാണ് ലോകമെങ്ങുമുള്ള കോടിക്കണക്കിന് സംഗീത ഹൃദയങ്ങൾ.